വയറിന് വർക്കൗട്ട് ചെയ്താൽ വയറ് കുറയില്ല. ഒരുപാട് കാലമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ബെല്ലി ഫാറ്റ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം വേണം. ഈ ഊർജ്ജം ലഭിക്കാനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷണത്തിൽ ലഭിക്കുന്ന ഊർജ്ജം ശരീരം അന്നന്ന് ആവശ്യത്തിന് ഉപയോഗിച്ച് ബാക്കിയുള്ളത് ശരീരം നാളത്തേക്ക് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കും. ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് ട്രൈഗ്ലിസറൈഡ് അഥവാ ഫാറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം ആവശ്യമുള്ള കലോറീനെ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറയും, TDE. TDEയേക്കാൾ കൂടുതൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ സ്വാഭാവികമായിട്ട് അത് എക്സ്ട്രാ കലോറി ആയിരിക്കും. ഈ എക്സ്ട്രാ കലോറി ശരീരം നാളത്തേക്ക് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഈ സ്റ്റോർ കൂടിയിട്ട് നാളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഉപയോഗിക്കുന്നില്ല. ആ ഊർജ്ജം ഉപയോഗിക്കാത്തതിനെ കൊണ്ട് അത് പിന്നെയും കൂടും. ഈ ഫാറ്റ് സ്റ്റോറേജ് കൂടിയിട്ടാണ് ബെല്ലി ഫാറ്റ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബെല്ലി ഫാറ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റോർ ചെയ്ത ഫാറ്റിനെ ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഭക്ഷണം നിയന്ത്രിച്ച് ആക്ടിവിറ്റി ചെയ്യണം. ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് വ്യായാമം. എല്ലാത്തരം വ്യായാമങ്ങളും നിങ്ങൾ ഭക്ഷണം നിയന്ത്രിച്ച് ചെയ്യുകയാണെങ്കിൽ ശരീരം മെല്ലെ മെല്ലെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റ് എടുക്കാൻ തുടങ്ങും. ഭക്ഷണം നിയന്ത്രിച്ച് എല്ലാത്തരം വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തിന് എനർജി ആവശ്യം വരും. ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫാറ്റ് എടുക്കാൻ തുടങ്ങും. മെല്ലെ മെല്ലെ ബോഡി ഫാറ്റ് കുറയും. ബോഡി ഫാറ്റ് കുറയുമ്പോൾ മെല്ലെ മെല്ലെ വയറും കുറയും. അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും വയറിങ്ങനെ മുന്നോട്ട് വളച്ചുള്ള ക്രഞ്ചസ് ചെയ്യുമ്പോൾ ആ വയറ് ഉരുകി പോകാനുള്ള ഒരു സംഗതിയല്ല ഈ ഫാറ്റ് എന്ന് പറയുന്നത്.